ആരാണ് ഈ അടൂർ പ്രകാശ്? അടുത്ത നിയമസഭയിൽ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദം വേണ്ടി വന്നാൽ ആഭ്യന്തരമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്നയാളാണ്. ഈ അടൂർ പ്രകാശ് ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ എന്ന് നിങ്ങൾ കരുതുക. 2016 ശേഷം ഈ കേസ് സംഭവിക്കുന്ന 2017 ഫെബ്രുവരി മാസത്തിൽ ഈ ദിലീപ് 8ാമത്തെ പ്രതിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മളിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ളയാളാണ്. അതുകൊണ്ട് UDFൻ്റെ കോൺഗ്രസിൻ്റെ പൊതുവായ നിലപാടിന് വിരുദ്ധമായൊരു നിലപാട് തിരഞ്ഞെടുപ്പ് ദിവസം തുറന്നു പറയാൻ കഴിയുന്ന ആത്മബന്ധം ദിലീപുമായിട്ടുള്ള അടൂർ പ്രകാശ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നുവെങ്കിൽ അഥവാ ആവുകയാണെങ്കിൽ അതിജീവിതയ്ക്ക് എന്ത് നീതി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അയാൾ എന്ത് നിലപാടെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പറഞ്ഞ 3 വാചകങ്ങളിലൊന്ന് ദിലീപിന് നീതി കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് ആ പറഞ്ഞ കാര്യമുണ്ട്, നടിയോടൊപ്പമാണെന്ന് പറയുമെങ്കിലും. എന്താണ് അതിൻ്റെ അർത്ഥം? നടിയോടൊപ്പമാണെന്ന് പറയുമെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്തൊരു നടിയോടൊപ്പമാണ് എന്നുള്ള ആത്മാർത്ഥതയല്ല, പകരം പുറത്ത് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുമെങ്കിലും എന്ന മട്ടിലാണ് ആ പ്രചരണം. എല്ലാവർക്കും നീതി വേണം എന്നിട്ടാണ് പറയുന്നത്. അതായത് രാവിലെ 7:49 ആകുമ്പോൾ, ഞാൻ രാവിലെ വാർത്താപ്രഭാത പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബൈറ്റ് വരുന്നത്. 7:49 അടൂർ പ്രകാശ് എന്ന് പറയുന്നു ഈ അതിജീവിതയോടൊപ്പമാണെന്ന് പറയുമെങ്കിലും ദിലീപിന് നീതി കിട്ടി. 4 മണിക്കൂറിന് ശേഷം 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ഇതേ അടൂർ പ്രകാശ് എന്ന് പറയുന്നു ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്. അപ്പോൾ രാവിലെ 7:49 അവനൊപ്പവും 11:40 ആകുമ്പോഴേക്ക് അതിജീവിതയ്ക്കൊപ്പവും നിൽക്കുന്ന അത്ഭുതകരമായ ഒരു മലക്കം മറിച്ചിലാണ് അടൂർ പ്രകാശ് നടത്തിയത്.